മക്കളെ രസമോൾ ഇന്നലെ രാത്രി 2 മണി കഴിഞ്ഞ് കാണും ഇറങ്ങിപ്പോയിട്ട് 2 മണി വരെ കുഞ്ഞിവിടെ കരച്ചിലായിരുന്നു. വല്ലാത്തൊരു ശബ്ദത്തിലൊരു കരച്ചിൽ. അപ്പം നമ്മളെന്നും ജനലെല്ലാം അടയ്ക്കുന്ന ഇന്ന് ടി വിയുടെ ബാക്കിലുള്ള ജനൽ തുറന്ന് കിടക്കുന്ന നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അതുവഴി ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നമ്മുടെ ടിൻറ്റുമോൻ സിറ്റൗട്ടിലുണ്ടായിരുന്നു. അവന് അറിഞ്ഞായിരുന്നേ കുഞ്ഞിനെ ഓടിച്ചകത്ത് കയറ്റിയാണ്. അങ്ങനെയാണ് എപ്പോഴും. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല. നമ്മളിവിടെ വരുന്ന കിട്ടൂനെയും പിന്നെ കിട്ടൂനെ കടിക്കാൻ പറ്റുന്ന വേറൊരു പൂച്ചയെ സംശയിച്ചിനെ അവർ ഓടിച്ചുകൊണ്ട് പോയതാണെന്നോ അല്ലെ പട്ടികൾ പിടിച്ചതാണെന്നൊക്കെ സംശയിച്ചു. ഇവിടെയൊക്കെ രാവിലെ കിടന്ന് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. 3-4 റൗണ്ട് ചുറ്റിനും നോക്കി. പിന്നെ ഒരു 300 മീറ്റർ ദൂരത്ത് അതിൻ്റെ പടിഞ്ഞാറ് വശം വരെ ഞാൻ പോയി നോക്കി. പിന്നെ എനിക്ക് തോന്നി അവിടെയൊക്കെ നോക്കാം കുഞ്ഞിനെ അവിടെ കാണാൻ കിടപ്പുണ്ടോ പട്ടി പിടിച്ചെന്നുള്ള സംശയമാണ്. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു മതിലിൻ്റെ മണ്ടയ്ക്ക്, പൊക്കമുള്ള മതിലിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഞാനങ്ങ് സ്വപ്നം കാണുവാന്നോ എന്തുവാണോ ഞാൻ ഓർത്ത് കുഞ്ഞിനെ പട്ടി പിടിച്ചായിരിക്കും കിട്ടത്തില്ലെന്നെങ്കിലും ഞാൻ പോയി നോക്കിയതാണ്. അങ്ങനെ എന്തായാലും കിട്ടിയപ്പോൾ ടിൻറ്റുമോൻ വെപ്രാളം പിടിച്ച് അവിടെ എല്ലാം ഓടുന്നു. ഞങ്ങളുടെ എല്ലാം പരാതി പറയുന്നത് ടെസ്സെ കണ്ടില്ലെന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോരുന്ന അവൻ കണ്ടില്ല നോക്കാൻ പോകുന്നത്. ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നതിന് മുമ്പ് അതൊക്കെ നിപ്പുണ്ട് തിരക്കി എന്നെ തിരക്കി. കുഞ്ഞിന് മനസ്സിലായി ഞാൻ രസമോളെ തിരക്കി പോയതാണ്. അങ്ങനെ ഇപ്പോൾ അവൻ ഓടി വരും കണ്ടുകൊണ്ട്. ഓടി വന്നവൻ ഓടിച്ച് കുഞ്ഞിനെ അകത്ത് കയറ്റും കേട്ടോ. ഇങ്ങനൊരു വല്ലാത്ത കരച്ചിലൊക്കെ ആയിരുന്നു രസമോളെ. അപ്പം മോളെന്ന് ഞാൻ വിളിക്കുമ്പോൾ പിന്നെ കരച്ചിലാണ്. കണ്ടില്ലേ ടിൻറ്റുമോൻ്റെ ഒരു വെപ്രാളമൊക്കെ കണ്ടതിൻ്റെ സന്തോഷം ഓടിച്ചകത്ത് കയറ്റി. അപ്പോൾ പാറു പറഞ്ഞ് വെച്ചാൽ താണ്ട രസമോളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവളും സന്തോഷിച്ച്. അങ്ങനെ ടിൻറ്റുമോൻ സന്തോഷിച്ച്. അച്ഛനോടെ എന്ന് പറയുന്നത് അവിടെ എല്ലാം ഓടി കിടന്ന് കുഞ്ഞിൻ്റെ ഒരു സന്തോഷം. രസമോളങ്ങ് പേടിച്ച് കേട്ടോ. ഞാനങ്ങ് ഓർത്ത് പട്ടി പിടിച്ചായിരിക്കും എൻ്റെ മോളെ കിട്ടാൻ. ഞാൻ ചെന്നില്ലായിരുന്നു. ഒരുപക്ഷെ എൻ്റെ കുഞ്ഞ് എന്തായി തീർന്നതിന് ഞാൻ ഓർക്കുമോ ഇപ്പോൾ. എന്നെ ദൈവമായിട്ട് എന്നെ അങ്ങോട്ട് എത്തിച്ച ഒന്നുകൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് 3-ാമത്തെ തവണ ഞാൻ അവിടം വരെ പോകുന്നത്. 300 മീറ്റർ കണ്ടോ എൻ്റെ കുഞ്ഞ്. ഞാനങ്ങ് എനിക്കെന്തൊരു സന്തോഷമാണോ സങ്കടമാണോ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഏന്തുണ്ട് കേട്ടോ. കുഞ്ഞെപ്പോഴും കുഞ്ഞിൻ്റെ സേഫ് സോണെന്ന് പറയുന്നത് നമ്മുടെ അടുക്കള അടിക്കൊരു സ്ലാബ് ഒരു കതവ് പോയായിരുന്നു. അടിക്കലത്തെ ആ ഭാഗത്തൂടെ അകത്ത് കയറി. അതാണ് കുഞ്ഞിൻ്റെ സേഫ് സോൺ. ഇപ്പോൾ സ്റ്റെയറിൻ്റെ മണ്ടയ്ക്കായിരുന്നു നേരത്തെ. ഇപ്പോൾ അവിടെയാണ് ചെന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പോയങ്ങ് ഇരിക്കും കേട്ടോ. ഇപ്പോൾ അങ്ങോട്ട് പോവുക ആൾ. എൻ്റെ പൊന്നുമോൾ. ദൈവമേ കിട്ടിയില്ലാതെ ഞാൻ എന്ത് വിഷമം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഭാഗ്യത്തിൻ്റെ കുഞ്ഞിനാണ്ടതാണ് കുഞ്ഞിൻ്റെ സേഫ് സോണാണ്. അവിടെ കയറി അങ്ങ് ഇരിക്കുക. ഇപ്പോൾ അവിടെ ഇരിക്കുക കണ്ടില്ലേ. ഇങ്ങനെ